ഗോവിന്ദച്ചാമിയേക്കാൾ നീചനാണ് തന്റെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ ഭർത്താവ് സതീഷ് എന്ന് അതുല്യയുടെ പിതാവ് രാജശേഖരൻ നായർ. ഗോവിന്ദച്ചാമി ഒറ്റയടിക്ക് കല്ലുകൊണ്ട് ചതച്ചു കൊല്ലും. അതുല്യ സതീഷ് ഇഞ്ചിഞ്ചായി കൊന്നെന്ന് പിതാവ് ആരോപിച്ചു. അതേസമയം അതുല്യയുടെ മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇങ്ങനെയും കുറ്റവാളികൾ ഇന്നലെ തന്നെ കണ്ടില്ലേ ഒരു കൊടും കുറ്റവാളി ഇറങ്ങി ഓടിയത്. അപ്പം അതുകൊണ്ട് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം. അത് ഏതറ്റം വരെ നമ്മൾ പോകും. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. കുഞ്ഞിനെ ഇങ്ങനെ മർദ്ദിക്കുന്നതിൻ്റെ എല്ലാ തെളിവുകളും മാഡം ഇവിടുന്ന് ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി ACP അഞ്ജലി മാഡം എല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല ശക്തമായ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകണം. ഗോവിന്ദച്ചാമി ഒറ്റ പ്രാവശ്യമില്ല നേരെ അവൻ്റെ ഒരു കേസുള്ളവരോടുണ്ട്, എങ്കിലും അവനെക്കാട്ടി നീചനവൻ. മകളുടെ നല്ല ഭാവി സ്വപ്നം കണ്ട അതുല്യയുടെ രക്ഷിതാക്കൾ ഇന്ന് അതേ മകളുടെ നീതിക്കായും മൃതദേഹത്തിനായും കാത്തിരിക്കുന്നു. തന്റെ മകൾ ജീവനൊടുക്കില്ലെന്ന് രാജശേഖരൻ നായർ ആവർത്തിച്ചു പറഞ്ഞു. തന്റെ നിയമപോരാട്ടം ഇനിയും തുടരും. കേരള പോലീസും നല്ല നിലയിൽ അന്വേഷിക്കുന്നുവെന്നും അതുല്യയുടെ പിതാവ് പറഞ്ഞു. അതുല്യയുടെ മൃതദേഹം വിദേശത്ത് നിന്ന് ബുധനാഴ്ചയ്ക്കുള്ളിൽ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അതുല്യയുടെ കുടുംബം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.